താല്പര്യമാണ് മൊയ്നുൽ ഇസ്ലാം മദ്രസയില് നല്ല എക്സ്പോ നടക്കുന്നുണ്ട് കേട്ടോ. ഇത് ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമല്ല, എല്ലാ കുന്ത്രാണ്ടും ഇവിടെ ഉണ്ട് കേട്ടോ. മദ്രസയിലേക്ക് വന്നിട്ടാ മതി. രാവിലെ തുടങ്ങിയിട്ടുണ്ട്, വൈകുന്നേരം 6 മണി വരെ കേട്ടോ. എല്ലാ സാമഗ്രികളും ഉണ്ട് കേട്ടോ. ഞങ്ങൾ താല്പര്യമുള്ള മദ്രസ കഴിഞ്ഞ 75 വർഷക്കാലം ഇവിടെ സാമൂഹിക സാംസ്കാരിക ദീനി പ്രബോധനമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൊല്ലത്തെ നബിദിന പരിപാടികളോടനുബന്ധിച്ച് പുതിയൊരു പരിപാടിയായിട്ട് ഞങ്ങൾ ആവിഷ്കരിച്ചതാണ് എക്സിബിഷൻ. ഇത് ഒരു വെറൈറ്റി പരിപാടിയാണ്, മറ്റൊരിടത്തും കാണാത്ത ഒരു പുതിയ സംരംഭമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ജനങ്ങൾ നല്ല പിന്തുണയാണ് അതിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും നാട്ടുകാർ ആബാലവൃദ്ധം ജനങ്ങൾ രാവിലെ തന്നെ ഇങ്ങോട്ട് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വിജയമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉള്ളപ്പോഴുള്ള കഅബയും ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോഴുള്ള കഅബയും ഇത് ഇപ്പോഴുള്ള കഅബയും ഇത് സംസംത്തിന്റെ കിണറാണ്. ഇത് മബ്ഹറു എന്ന് പറഞ്ഞ ഈ സാധനം മണം പരത്താൻ ഉപയോഗിക്കുന്നു. ശാക്കണ എന്ന് പറഞ്ഞ ഈ സാധനം അരിയിൽ നിന്ന് വെള്ളം ഊറ്റാൻ സഹായിക്കുന്നു. ഇത് മൊയ്നുൽ ഇസ്ലാം മദ്രസ കുട്ടികൾ സംഘടിപ്പിച്ച ഒരു എക്സ്പോ ആണ്. ഇത് ഞങ്ങൾ അധ്യാപകരും അതുപോലെ കുട്ടികളും തീരുമാനിച്ചപ്പം കമ്മിറ്റി പൂർണ്ണമായി എന്താണോ അതിലേക്ക് ആവശ്യമായത് ഞങ്ങളും സഹകരിക്കാമെന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാരുടെ പിന്തുണയും ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും ഞങ്ങൾക്കിത് വിജയിപ്പിക്കാൻ കഴിഞ്ഞത്. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷം. മയ്യത്ത് കുളിപ്പിക്കുന്നതിൻ്റെ ചുരുങ്ങിയ രൂപമാണ്. ആദ്യം ഉയരമുള്ള ഒരു സ്ഥലത്ത് വെക്കുക, എന്നിട്ട് വയറ്റിലുള്ള മാലിന്യം നീക്കാൻ വേണ്ടിയിട്ട് വയറൊന്ന് തടവി കൊടുക്കുക, എന്നിട്ട് വയറ് വീർക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെറിയ കനുള്ള എന്തെങ്കിലും വയറ്റിൻ്റെ മുകളിൽ വെക്കുക, എന്നിട്ട് വലത്തെ ഭാഗത്ത് തല തൊട്ട് കാല് വരെ കഴുകി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത ഭാഗത്ത് കഴുകി കൊടുക്കുക, എന്നിട്ട് തല തൊട്ട് കാല് വരെ ഫുള്ളായിട്ട് വെള്ളം പാരുക. പിന്നെ മുടി ചീകി കൊടുക്കുക, മുടി വൃത്തിയാക്കിങ്ങാണ്ട് മുടി ചീകി കൊടുക്കുക, പിന്നെ വുളു എടുത്ത് കൊടുക്കുക. അനുബന്ധിച്ച് നടത്തിയ ഒരു സീറ എക്സിബിഷൻ ആണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം, ശൈശവം, വൈവാഹിക ജീവിതം, പ്രവാചകത്വം, അതിനുശേഷമുള്ള പ്രബോധന കാലഘട്ടം, അതിനെയൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള കുട്ടികൾ തന്നെ തയ്യാറാക്കിയ വിശാലമായ സ്റ്റാളാണ്. പിന്നെ പുരാതന വസ്തുക്കളൊക്കെ, പഴയ തലമുറയിൽ ഉപയോഗിച്ച വസ്തുക്കളൊക്കെ പുതിയ തലമുറക്ക് മനസ്സിലാക്കാൻ ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.